കഥയെ ആരംഭിക്കുന്നത് പ്രേം എന്ന യുവാവിനെ പരിചയപ്പെടുത്തിക്കൊണ്ടാണ്. വലിയൊരു ബംഗ്ലാവിന്റെ നോട്ടക്കാരനായി അവിടുത്തെ ജോലിക്കാരനായ പ്രേം സുഖിച്ച് ജീവിക്കുകയായിരുന്നു. നിങ്ങൾക്കുമാകാം കോടീശ്വരൻ മോഡലിലുള്ള ക്വിസ് ഗെയിം ഷോ പ്രേമിന് വലിയ ഇഷ്ടമാണ്. ഷോ കണ്ടുകൊണ്ടിരിക്കെ ഷോവിലെ ആൾ ഉത്തരം തെറ്റിച്ചാൽ വരെ പ്രേം അതിൽ വല്ലാതെ വികാരം കൊള്ളും. തനിക്കതിൽ പോവാൻ പറ്റിയിരുന്നാൽ ഈസിയായി 50 ലക്ഷം അടിക്കാമായിരുന്നു എന്ന ഭാവമായിരുന്നു പ്രേമിന്റേത്. പിന്നാലെയാണ് പ്രേമിന് ഭാര്യയുടെ ഫോൺ വരുന്നത്. ഭാര്യയുമായി ഒരുപാട് നേരം ഏറെ സ്നേഹത്തോടെ പ്രേം സംസാരിക്കുന്നുണ്ട്. സംസാരിച്ചു നടന്ന് പ്രേം തന്റെ മുറിയിലേക്ക് എത്തി. അവിടെ നിന്ന് കത്തിയും മറ്റ് സാധനങ്ങളും എടുക്കാൻ ആരംഭിച്ചു. കുറച്ചു ജോലി കൂടി ബാക്കിയുണ്ട് എന്ന് ഭാര്യയോട് പറഞ്ഞ് കത്തിയുമെടുത്ത് പ്രേം നേരെ പോകുന്നത് അവിടുത്തെ ടോയ്ലറ്റിലേക്കായിരുന്നു. ടോയ്ലറ്റിനുള്ളിൽ സ്കൂൾ യൂണിഫോം ധരിച്ച് ഒരു പെൺകുട്ടിയുടെ മൃതശരീരം. വല്ലാത്തൊരു ഭാവത്തോടെ പ്രേം അതിനെ നോക്കി. പിന്നെ മടിച്ചില്ല. തന്റെ കയ്യിലെ ആയുധങ്ങൾ ഉപയോഗിച്ച് പ്രേം ആ മൃതശരീരം വെട്ടി നുറുക്കാൻ ആരംഭിച്ചു. മൃതശരീരത്തിൽ നിന്നും രക്തം ഇന്ത്യൻ ക്ലോസറ്റിനകത്തേക്ക് ഒഴുകിക്കൊണ്ടിരുന്നു. പിന്നാലെ നമ്മൾ ഇൻസ്പെക്ടർ രാംചരൺ പാണ്ഡെയെ പരിചയപ്പെടുന്നു. ഇൻസ്പെക്ടർ പാണ്ഡെ തന്റെ കുടുംബത്തിനൊപ്പം സന്തോഷത്തോടെ ജീവിച്ചു വരികയാണ്. പാണ്ഡെയ്ക്ക് ഭാര്യയും മകളുമുണ്ട്. ഹയർ ഒഫീഷ്യൽസുമായി ഒരൊടക്കിനും പോവാതെ വരുന്ന പ്രശ്നങ്ങളെയൊക്കെ മറ്റു വഴികളിലേക്ക് തള്ളിവിട്ട് കാര്യമായ പ്രശ്നങ്ങളിൽ ഒന്നും ചെന്നുവിടാതെ അവനവന്റെ കാര്യം നോക്കി കൈക്കൂലി അടക്കം വാങ്ങി ജീവിക്കണം എന്നതാണ് പാണ്ഡെയുടെ ഒരു പൊതുതത്വം. ആവശ്യമില്ലാത്ത കാര്യത്തിൽ ഇടപെടാൻ പോയ നമ്മുടെ കാര്യം പരങ്ങലിലാകും എന്നും അയാൾ ഉറച്ചു വിശ്വസിച്ചിരുന്നു. അന്ന് മകളെ സ്കൂളിലൊക്കെയാക്കി പാണ്ഡെ പതിവ് പോലെ സ്റ്റേഷനിലേക്ക് എത്തി. മകളുടെ മിസ്സിംഗ് കേസിനെ പറ്റി കരഞ്ഞുകൊണ്ട് FIR എടുക്കാൻ ആവശ്യപ്പെട്ട് ഒരച്ഛൻ അവിടെ വന്നിരിക്കുന്നുണ്ടായിരുന്നു. 15 വയസ്സ് മാത്രം പ്രായമാകുന്ന തുമ്പ എന്ന അദ്ദേഹത്തിന്റെ മകൾ കാണാതായിരിക്കുന്നു. പരീക്ഷയിൽ വലിയ മാർക്ക് വാങ്ങിയ TV മേടിച്ചു കൊടുക്കാം എന്ന് അദ്ദേഹം മകൾക്ക് വാക്കുകൊടുത്തിരുന്നതാണ്. ആ മകളാണിപ്പോ കാണാതായിരിക്കുന്നത്. മകളെ കണ്ടെത്താൻ പറഞ്ഞും FIR എടുക്കാൻ അപേക്ഷിച്ചും അയാൾ പൊട്ടിക്കരഞ്ഞു. പക്ഷേ പാണ്ഡെയാകട്ടെ ഒരു സീരിയസ്നെസ്സും കാണിക്കാതെയായിരുന്നു അയാളോട് എതിരിട്ടത്. മകള് തിരിച്ചു വരുമെന്നും ഇതുപോലെ നഗരത്തിൽ എത്രയധികം കുട്ടികളെ കാണാതാകുന്നേ, അങ്ങനെ വിഷയമുള്ള കാര്യമൊന്നുമല്ല എന്നൊക്കെ പാണ്ഡെ മണ്ഡൽ ബാബു എന്ന് വിളിക്കുന്ന ആ മനുഷ്യനോട് സംസാരിക്കുന്നുണ്ട്. പിന്നാലെ കയ്യിൽ നിന്ന് കുറച്ച് പണവും എടുത്ത് മണ്ഡൽ ബാബുവിന് കൊടുത്ത് നിങ്ങൾ പോയി വിശ്രമിക്ക്, ഒക്കെ ശരിയാകും എന്നൊക്കെ പറഞ്ഞ് പാണ്ഡെ പറഞ്ഞുവിടാൻ നോക്കുന്നു. കാണാനില്ല എന്ന മകളുടെ പോസ്റ്റർ അവിടുത്തെ നോട്ടീസ് ബോർഡിൽ പതിപ്പിച്ചോട്ടെ എന്ന തരത്തിൽ മണ്ഡൽ ബാബു ചോദിക്കുമ്പോ ആ ചെല്ല് എന്ന് പറഞ്ഞ് പാണ്ഡെ പറഞ്ഞുവിടുന്നുണ്ട്. മണ്ഡൽ ബാബു നോട്ടീസ് ബോർഡിനടുത്തെത്തി തുമ്പ എന്ന തന്റെ മകളുടെ പോസ്റ്റർ പതിപ്പിച്ചു. ആ സമയം ആ ബോർഡ് നിറച്ചും അതുപോലെ കാണാതായ കുട്ടികളുടെ പോസ്റ്റേഴ്സ് ഉണ്ടായിരുന്നു. പ്രേം കൊലപ്പെടുത്തിയ സ്കൂൾ യൂണിഫോം ധരിച്ച ആ കുട്ടിയായിരുന്നു തുമ്പ. കഥ അവിടെ നിന്നും ആ പ്രദേശത്തെ ചേരിയിലേക്ക് തിരിയുന്നു. അവിടുത്തെ കുട്ടികൾ ക്രിക്കറ്റ് കളിക്കുകയായിരുന്നു. കളിക്കിടയിൽ ബോൾ അവിടുത്തെ അഴുക്കുചാലിലേക്ക് വന്നു വീണു. അലി എന്ന പയ്യനായിരുന്നു അതെടുക്കാൻ പോയത്. ബോൾ എടുക്കാൻ അലി ശ്രമിക്കുന്നതിനിടയിൽ അതിനെ തൊട്ടടുത്ത് നിന്നും ഒരു ചെറിയ കുട്ടിയുടേത് എന്ന് തോന്നുന്ന കൈ അലി കണ്ടെടുക്കുകയാണ്. വൈകാതെ സ്റ്റേഷനിലേക്കും അത് റിപ്പോർട്ട് ചെയ്തു. അഴുകിയ നിലയിലായിരുന്നു ആ കൈ ഉണ്ടായിരുന്നത്. കോൺസ്റ്റബിൾസ് ആണേൽ അങ്ങോട്ട് വന്നിട്ട് ആ കൈ കുരങ്ങന്റേതാണ് ലങ്കൂറിന്റേതാണെന്നൊക്കെ പറഞ്ഞ് ചർച്ച ചെയ്ത് വാക്പോരിൽ ഏർപ്പെട്ടിരിക്കാൻ തുടങ്ങി. പാണ്ഡെയും അവിടെ ഉണ്ടായിരുന്നു. വെറുതെ ആവശ്യമില്ലാത്ത വള്ളിക്കെട്ടിനും കേസിനും ഒന്നിനും പോവാൻ താല്പര്യമില്ലാതിരുന്ന പാണ്ഡെ അത് ദൂരെ അഴുക്കുചാലിൽ എവിടെ നിന്നോ ഒഴുകി വന്ന കുരങ്ങന്റെയോ മറ്റോ കൈയാണ്. പക്ഷെ എന്നിരുന്നാലും അലി എന്ന കുട്ടിയുടെ മികവിനെ അഭിനന്ദിക്കണം എന്നൊക്കെ പറഞ്ഞ് ഒരു നോട്ടെടുത്ത് അലിക്ക് കൊടുത്ത് അവിടെ കൂടെയിരുന്ന പാവം ജനങ്ങളോട് കൈയടിച്ച പയ്യനെ പ്രോത്സാഹിപ്പിക്കാനൊക്കെ പറയുകയാണ്. പാവം അവിടുത്തെ ജനങ്ങൾക്ക് എന്തറിയാം. ഇൻസ്പെക്ടർ പറഞ്ഞ പോലെ അവർ പ്രവർത്തിക്കുകയും ചെയ്തു. ഈ സമയം ആ അഴുക്കുചാലിന് തൊട്ടടുത്ത് ഒരു വലിയ വീട് കാണിക്കുന്നുണ്ട്. ആ വീട്ടിലെ പൊട്ടിയ കണ്ണാടിച്ചില്ലിനുള്ളിലൂടെ അവിടെ നടക്കുന്ന കാര്യങ്ങൾ പ്രേം നോക്കിക്കാണുന്നുണ്ടായിരുന്നു. ഇൻസ്പെക്ടർ കോൺസ്റ്റബിളിനോട് ഒറ്റപ്പെട്ടു നിൽക്കുന്ന ഈ വീട് ആരുടേതാ എന്ന മട്ടി തിരക്കി. അതാ ബിസിനസ്സുകാരൻ ബൽബീർ സിംഗ് ബാസിയുടേതാണ് എന്നായിരുന്നു കോൺസ്റ്റബിൾ മറുപടി പറഞ്ഞത്. അന്ന് രാത്രിയിൽ തന്നെ അതും സംഭവിച്ചു. മുട്ട വാങ്ങാനായി വീട്ടിൽ നിന്ന് പുറത്തേക്ക് പറഞ്ഞുവിട്ട അലിയെ മിഠായി കാണിച്ച് പ്രേം വശത്താക്കി തട്ടിക്കൊണ്ടു പോവുകയാണ്. ബൽബീർ സിംഗ് ബാസിയുടെ അതേ വീട്ടിലേക്കായിരുന്നു പ്രേം അവനെ കൊണ്ടുപോയത്. ശേഷം കെട്ടിയിട്ട് അവനെ ഉപദ്രവിക്കാൻ ആരംഭിച്ചു. പ്രേമിന്റെ ഓർമ്മകൾ പഴയകാലത്തിലേക്ക് പോയി. പ്രേമിന്റെ കുട്ടിക്കാലം. പ്രേമിനെ നോക്കി വളർത്തിയിരുന്നത് പ്രേമിന്റെ അങ്കിളായിരുന്നു. ഇറച്ചിക്കട നടത്തിയിരുന്ന പ്രേമിന്റെ അങ്കിൾ. പക്ഷേ അയാൾ പ്രേമിനെ ലൈംഗികമായി ദുരുപയോഗം ചെയ്തിരുന്നു. ഒരു ഘട്ടത്തിൽ തീരെ സഹിക്കാൻ പറ്റാതെ വന്നപ്പോൾ പ്രേം അയാളെ ഇറച്ചിവെട്ടുകടയിലെ കത്തി കൊണ്ട് തന്നെ വെട്ടിക്കൊലപ്പെടുത്തി. പ്രേമിന്റെ ജീവിതത്തിലെ ആദ്യത്തെ കൊലപാതകം. അന്ന് രാത്രിയിൽ പതിവ് പോലെ തന്റെ ഭാര്യയെ വിളിച്ച് ഏറെ സ്നേഹത്തോടെ പ്രേം സംസാരിച്ചു. മുതലാളി അടുത്ത ദിവസം വരുന്നുണ്ടെന്നും വീടൊക്കെ ക്ലീനാക്കി വെക്കും എന്നൊക്കെ ഭാര്യയോട് അയാൾ പറയുന്നുമുണ്ട്. അപ്പോഴാണ് ചോട്ടലാൽ എന്ന സുഹൃത്തിന്റെ ഫോൺ കോൾ പ്രേമിന് വരുന്നത്. ഭാര്യയുടെ കോൾ കട്ട് ചെയ്ത് ഒരു പാക്കേജും എടുത്ത് വീടിന് മുമ്പിൽ കാത്തുനിന്ന ചോട്ടലാലിനടുത്തേക്ക് പ്രേം ചെന്നു. ചോട്ടലാൽ പാക്കേജ് തുറന്നു
നോക്കി ഐസിട്ട് വെച്ച എന്തോ ഒന്ന് അതിനുള്ളിലുണ്ടായിരുന്നു. പൈസ താൻ അയച്ചേക്കാം എന്ന് പറഞ്ഞ് കുശലവും പറഞ്ഞ് ചോട്ടലാൽ ബൈക്കുമെടുത്ത് അവിടെ നിന്ന് പോന്നു. ചുറ്റിലും നോക്കി പ്രേം ചെറുതായി ചിരിച്ചു. ശേഷം വീണ്ടും ടോയ്ലറ്റിലേക്ക് കയറി ചെന്നു. അവിടുണ്ടായിരുന്ന മുഴുവൻ രക്തക്കറയും നല്ല രീതിയിൽ കഴുകി വൃത്തിയാക്കി പ്ലാസ്റ്റിക് കവറിൽ കെട്ടിയിരുന്ന ബാക്കി എന്തൊക്കെയോ വേസ്റ്റുകൾ ഓടയിലേക്കും അവൻ തള്ളിയിരുന്നു. അലിയെയും പ്രേം കൊന്നുവെന്ന് ആ നിമിഷം തന്നെ വ്യക്തമാകുന്നു. പ്രേം പിന്നാലെ വീട് ക്ലീൻ ചെയ്തു. തന്റെ കുടുംബത്തിന്റെ ഫോട്ടോ ഉള്ളിടത്ത് അത് മാറ്റി ബോസായ ബൽബീർ സിംഗ് ബാസിയുടെ ഫോട്ടോ കൊണ്ടുവച്ചു. ബൽബീർ സിംഗ് ബാസി ഇപ്പോൾ ഹരിയാനയിലായിരുന്നു. തന്റെ കൊച്ചുമകളുടെ പിറന്നാളിന് അങ്ങോട്ടേക്ക് എത്തിയതാണ്. കുട്ടികളോട് ലൈംഗികാസക്തിയുള്ള ഒരു മോശം മനുഷ്യനായിരുന്നു ബൽബീർ സിംഗ്. അന്ന് കൊച്ചുമകളുടെ ബർത്ത്ഡേ പാർട്ടി നടക്കുമ്പോൾ ബൽബീർ സിംഗിന് ഒരു ഫോൺ കോൾ വന്നു. താൻ അടുത്ത ദിവസം അങ്ങോട്ടേക്ക് വരുമെന്നും ചുംകിയോട് കാര്യങ്ങൾ പറഞ്ഞ് സെറ്റ് ചെയ്തേക്കാനും ബൽബീർ പറയുന്നുണ്ട്. മറുവശത്ത് നമ്മൾ ചുംകിയെ പരിചയപ്പെടുന്നു. വേശ്യയായിട്ടുള്ള ഒരു പെൺകുട്ടിയായിരുന്നു ചുംകി. ചുംകിയും കുടുംബവും അന്ന് ദശഹറ ഫെസ്റ്റിവലിന് പോയിരിക്കുകയാണ്. മറുവശത്ത് പ്രേമാകട്ടെ താൻ കൊന്ന കുട്ടികളുടെ മുഖവും ആ കാര്യങ്ങളുമൊക്കെ ആലോചിച്ച് ഒരു സൈക്കോയെ പോലെ ഓരോന്ന് കാട്ടിക്കൂട്ടുന്നുണ്ടായിരുന്നു. അതേ ദശഹറ ഫെസ്റ്റിവലിലേക്ക് ഇൻസ്പെക്ടർ പാണ്ഡെയും കുടുംബവും പോയിരുന്നു. തന്റെ മകളെ അന്ന് സാരിയൊക്കെ ഉടുപ്പിച്ച് ഏറെ സ്നേഹത്തോടെ പരിപാലിച്ചൊക്കെയായിരുന്നു പാണ്ഡെ ദശഹറയ്ക്ക് കൊണ്ടുപോയത്. ദശഹറയുടെ അന്ന് നാടകം കളിക്കുവാൻ പാണ്ഡെ വേദിയിൽ കയറുന്നുമുണ്ട്. ആഘോഷങ്ങൾ നടക്കുന്ന ആ മൈതാനത്തേക്ക് പ്രേമം വന്നെത്തിയിരുന്നു. താഴെ വീണുകിടന്ന രാവണന്റെ ഒരു മാസ്ക് എടുത്ത് പ്രേം ധരിച്ചു. ഇതേ സമയം ആ പ്രദേശത്ത് തന്റെ ആംബുലൻസുമായി ചോട്ടലാൽ വന്നു നിൽക്കുന്നുമുണ്ടായിരുന്നു. ബാക്ക് സ്റ്റേജിൽ പാണ്ഡെ റെഡിയായിക്കൊണ്ടിരിക്കെ അങ്ങോട്ടേക്ക് ഹരിസദൻ ഘോഷ് എന്ന ഒരാൾ കടന്നു വന്നു. ചുംകിയുടെ അച്ഛനായിരുന്നു അയാൾ. താൻ സ്റ്റേഷനിൽ പോയിരുന്നെന്നും തന്റെ മകൾ ചുംകിയെ കാണാനില്ല, കേസ് അന്വേഷിക്കണം എന്നും പറഞ്ഞായിരുന്നു അയാളുടെ വരവ്. നാളെ സ്റ്റേഷനിലേക്ക് വാ എന്ന് പാണ്ഡെ പറഞ്ഞെങ്കിലും അത് തന്നെയല്ലേ സാറെ കഴിഞ്ഞ ദിവസവും പറഞ്ഞത്, എന്റെ മകളെ കാണാനില്ല എന്ന് പറഞ്ഞ അയാൾ ഇമോഷണൽ ആവുകയാണ്. പാണ്ഡെ പറഞ്ഞു, നിങ്ങളുടെ മകളെ കാണാനില്ല, സമ്മതിച്ചു, നമ്മളവളെ കണ്ടെത്തും സാറേ. എന്റെ മോൾ അങ്ങനെ വെറുതെ കാണാതായതല്ല, അവളുടെ ബോസ് അവളെ തട്ടിക്കൊണ്ടുപോയതാ. എങ്കിൽ പിന്നെ നിങ്ങൾക്ക് തന്നെ ബോസിന്റെ അടുത്ത് പോയി അവളെ അങ്ങ് തിരിച്ചയക്കാൻ പറഞ്ഞാ പോരെ, എന്നെ എന്തിനാ ഇവിടെ വന്ന് ഇറിറ്റേറ്റ് ചെയ്യുന്നേ? ഒരു കാര്യം പറയട്ടെ സാർ, മോശമായിട്ട് കരുതരുത്, ഇത് സാറിന്റെ ഡ്യൂട്ടിയാ, അതിനാ നിങ്ങളൊക്കെ ശമ്പളം വാങ്ങുന്നേ. ഇവിടെ വന്ന് നിങ്ങളിങ്ങനെ ആർമാദിക്കുന്നില്ലേ? നിങ്ങളുടെ സ്വന്തം മകൾ കാണാതാവുമ്പോഴാ ഇതൊക്കെ നിങ്ങൾ പഠിക്കുള്ളൂ. ഘോഷ് അത് പറഞ്ഞത് കേട്ടതും പാണ്ഡേക്ക് ദേഷ്യം വന്നു. ഇത് സ്റ്റേഷനാണോടോ, എന്റെ മകളെയൊക്കെ ഇതിലേക്ക് എന്തിനാ വലിച്ചിഴയ്ക്കുന്നേ എന്ന് ചോദിച്ച് അയാൾ ഘോഷിനുമേൽ വലിയ തോതിൽ ദേഷ്യപ്പെട്ടു. പോലീസിനെന്താ വേറെ പണിയൊന്നുമില്ലെന്നാണോ കരുതിയെ എന്നൊക്കെ പറഞ്ഞ് അയാൾ ക്ഷുഭിതനായി നിന്നു. പിന്നാലെ അത്രയധികം ജനസംഖ്യ ഉള്ളിടത്ത് എത്ര പേരുടെ കാര്യങ്ങൾ ഞങ്ങൾ നോക്കും? കൂടെയുള്ള പോലീസുകാരന് അമ്മയ്ക്ക് ക്യാൻസർ വന്ന് ലീവ് അപേക്ഷിച്ചിട്ട് പോലും ലീവ് കിട്ടിയിട്ടില്ല എന്നൊക്കെ അയാൾ ദേഷ്യത്തോടെ പറഞ്ഞുകൊണ്ടിരുന്നു. പറഞ്ഞ് വേദിയിലേക്ക് നടന്നു കയറിയതും പാണ്ഡെ ശ്രദ്ധിച്ചിരുന്നില്ല. അത് കണ്ട് പാണ്ഡെയുടെ ഭാര്യ അസ്വസ്ഥയായി. പിന്നീട് നാടകം കഴിഞ്ഞ് പുറത്തു വന്നപ്പോ ഭാര്യ പാണ്ഡെയോട് എന്തിനാ അവിടുന്ന് ദേഷ്യപ്പെട്ടത് എന്ന് തരത്തി ചോദ്യം ചെയ്തു. മകൾ എവിടെയെന്നായിരുന്നു പാണ്ഡെ ചോദിച്ചത്. ടോയ്ലറ്റിൽ പോയേക്കാണെന്നും ഉടൻ വരുമെന്നും ഭാര്യ പറഞ്ഞു. മകളെ അങ്ങനെ ഒറ്റയ്ക്കെങ്ങനെ പറഞ്ഞയച്ചു എന്ന് ചോദിച്ച് പാണ്ഡെ ഭാര്യയോട് ദേഷ്യപ്പെട്ട് നിൽക്കെ മുഖം മൂടി ധരിച്ചിരുന്ന പ്രേം പാണ്ഡെയുടെ മകളെ പൊക്കിക്കൊണ്ടു പോകുന്നത് പാണ്ഡെ നോക്കിക്കാണുകയാണ്. പാണ്ഡെ പ്രേമിന്റെ പിന്നാലെ അലറി വിളിച്ചോടിച്ചെന്നു. അത് കണ്ടതോടെ പെൺകുട്ടിയെ ഉപേക്ഷിച്ച് പ്രേം മുന്നോട്ടോടി. കുട്ടിയെ കൊണ്ടുപോകാൻ ആംബുലൻസുമായി ചോട്ടുലാലും കാത്തു നിന്നിരുന്നല്ലോ. പ്രശ്നമാകുന്ന കണ്ടതും ചോട്ടുലാൽ ആംബുലൻസിൽ കയറിയിരുന്നു. അങ്ങോട്ടേക്ക് ഓടിയെത്തിയ പോലീസുകാരൻ ചോട്ടുലാലിന്റെ ആംബുലൻസിലായിരുന്നു കുട്ടിയെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയത്. പ്രേമിന് പിന്നാലെ പാണ്ഡെ ഒരുപാട് ദൂരം ഓടിയെങ്കിലും ഒരു സമയത്ത് പാണ്ഡെ തളർന്നു വീണു. പ്രേം രക്ഷപ്പെട്ടോടി വീടിനുള്ളിൽ എത്തിപ്പെടുകയും ചെയ്തു. അപ്പോഴാണ് ഭാര്യ വിളിച്ചത്. ഭാര്യയോട് സ്നേഹത്തോടെ സംസാരിച്ച പ്രേം വീട്ടിലെ കാസറ്റ് ശേഖരത്തിൽ നിന്നും ഒരു കാസറ്റ് എടുത്ത് തന്റെ കയ്യിൽ സൂക്ഷിച്ചു വെച്ചു. മറുവശത്ത് മകളെ കൊണ്ടെത്തിച്ച ആശുപത്രിയിലേക്ക് പാണ്ഡെ എത്തുകയായിരുന്നു. പാണ്ഡെയുടെ ഭാര്യ കുറ്റവാളിയെ പിടികിട്ടിയില്ലെന്ന് കേട്ടതും വലിയ തോതിൽ ദേഷ്യപ്പെട്ടു. നിങ്ങളൊക്കെ പോലീസാണോ? പോലീസുകാരന്റെ വീട്ടിൽ തന്നെ കൈവച്ചിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് പാണ്ഡേക്ക് മേൽ തട്ടിക്കയറി. സ്വന്തം കുട്ടിയെ രക്ഷപ്പെടുത്താൻ പറ്റില്ലേ? നിങ്ങളൊക്കെ ഏതു കുട്ടികളെ രക്ഷപ്പെടുത്താനാ? നീയൊക്കെ ഒരു അച്ഛനല്ലേടോ എന്നൊക്കെ പറഞ്ഞ് പാണ്ഡെയുടെ ഭാര്യ ഇമോഷണൽ ആവുന്നുണ്ടായിരുന്നു. പാണ്ഡെ എന്ന് ഒരുപാട് ആലോചിച്ചു. ആ ഒരു വെറിയിലും ദേഷ്യത്തിലും പാണ്ഡെ വണ്ടിയെടുത്ത് നേരെ ഘോഷിന്റെ വീട്ടിലേക്ക് പോയി. ചുംകിയുടെ അച്ഛനെ കണ്ടു. നാളെ സ്റ്റേഷനിലേക്ക് വരാനും താൻ കേസെടുക്കും എന്നും അയാളോട് പറഞ്ഞു. അടുത്ത ദിവസം പുലർച്ചെ മറ്റൊരു സംഭവം നടന്നു. ഏറെ സമ്പന്നമായ ഒരു കുടുംബത്തിലെ വിവാൻ എന്ന പയ്യൻ സ്കൂളിൽ പോകാനായി പുറപ്പെടുമ്പോ രണ്ടാളുകൾ ബൈക്കിൽ വന്നവനെ തട്ടിക്കൊണ്ടുപോയി.
മറുവശത്ത് ചുംകിയെ കാണാനില്ല എന്ന കംപ്ലൈന്റ് ചുംകിയുടെ അച്ഛൻ ഘോഷ് കൊടുത്തിട്ട് പാണ്ഡെ എഴുതിക്കൊണ്ടിരിക്കുകയായിരുന്നു. റിക്ഷക്കാരൻ B5 മുമ്പിൽ ചുംകിയെ ഇറക്കിയിരുന്നു. പിന്നീട് കാണാണ്ടായി എന്നായിരുന്നു ഘോഷ് പറഞ്ഞത്. എപ്പോഴും സെയിം റിക്ഷയിലാണ് ചുംകി പോകുന്നതെന്നും ഘോഷ് കൂട്ടിച്ചേർത്തിരുന്നു. കേസെടുത്ത പാണ്ഡെ അന്വേഷണത്തിനായി B5 എന്ന പോയിന്റിനോട് ചേർന്നുള്ള ബൽബീർ സിംഗിന്റെ വീട്ടിലേക്ക് എത്തുന്നു. ബൽബീർ അവിടെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിരിക്കുകയായിരുന്നു. ടിവിയിൽ DSPയുടെ വാർത്താ സമ്മേളനവും നടക്കുന്നുണ്ട്. വിവാൻ എന്ന കുട്ടിയെ തട്ടിക്കൊണ്ടുപോയതുമായി ബന്ധപ്പെട്ടിട്ടാണ് റിപ്പോർട്ടേഴ്സിനോട് അയാൾ സംസാരിക്കുന്നത്. പാണ്ഡെ അകത്തു ചെന്ന് ബൽബീർ സിംഗിനോട് ഘോഷ് എന്ന വ്യക്തി നിങ്ങൾക്കെതിരെ മകളെ കാണാനില്ലെന്ന് FIR ഫയൽ ചെയ്തിട്ടുണ്ട് എന്ന് തരത്തി സംസാരിച്ചപ്പോ 1 മിനിറ്റ് എന്ന് പറഞ്ഞ് ബൽബീർ സിംഗ് ടിവിയിലെ വാർത്താ സമ്മേളനം പ്ലേ ചെയ്തു. ഇദ്ദേഹത്തെ അറിയുമോ എന്ന് പാണ്ഡെയോട് ചോദിച്ചു. അറിയാം സാർ, എന്റെ ബോസ് അല്ലേ എന്നായിരുന്നു DSPയെ ചൂണ്ടി പാണ്ഡെ പറഞ്ഞത്. ആ, റാസ്തോഗിയും താനും ഹോം മിനിസ്റ്ററുടെ മകനും ഒരുമിച്ച് പഠിച്ചവരാണെന്നും അന്നൊക്കെ ഞങ്ങൾ എന്തൊക്കെ കൂത്തടിച്ചിട്ടുണ്ടെന്നറിയോ, നിങ്ങൾ തന്നെ ഞെട്ടിപ്പോകും എന്ന തരത്തിൽ ബൽബീർ പാണ്ഡെയോട് ആദ്യമേ പറഞ്ഞു. പിന്നാലെ കേസിന്റെ വിഷയത്തിലേക്ക് വന്നു. താനൊരു ബിസിനസ്സുകാരനല്ലേ, ഇവിടെ എപ്പോഴും ഉണ്ടാവാറില്ല. പിന്നെ ആ ഘോഷ് വന്ന് എന്റെ ജോലിക്കാരൻ പ്രേമിനോട് കാര്യങ്ങൾ ചോദിച്ചിരുന്നു. അവളന്നിവിടെ വന്നിട്ടേ ഇല്ലെന്ന് അവൻ പറഞ്ഞതുമാണ്. അതുകൊണ്ടൊക്കെ തന്നെ ഈ മിസ്സിംഗ് കേസിൽ എനിക്കൊന്നും ചെയ്യാനുമില്ല. ബൽബീർ അത് പറഞ്ഞു നിന്നതും അങ്ങോട്ടേക്ക് ഘോഷ് ഓടിക്കടന്നു വന്നു. ഇയാളാ സാറേ, ഇയാളാ എന്റെ മോളുടെ ജീവിതം ഇല്ലാതാക്കിയെ, മോളെ പീഡിപ്പിച്ച് എന്നൊക്കെ ഘോഷ് അലറി പറഞ്ഞു. അത് കേട്ട് ബൽബീറിന് നിയന്ത്രണം വിട്ടു. പാണ്ഡെ ഘോഷിനെ പിടിച്ചു നിർത്താൻ നോക്കുമ്പോഴേക്കും ബൽബീർ പൊട്ടിത്തെറിച്ചിരുന്നു. എന്റെ വീട്ടിൽ വന്ന് എന്നെ അപമാനിക്കുന്നോടാ, സ്വന്തം മോളെ കൊണ്ടു നടന്ന് വിൽക്കുന്നതും പോരാനിട്ട് ഞാൻ നിന്റെ മോളെ പീഡിപ്പിച്ചെന്നോ, എന്റെ കയ്യിൽ നിന്ന് പണം വാങ്ങി മോളെ ഇവിടെ വിട്ടിട്ട് പോകുന്നത് ആരാണടാ, സ്വന്തം മോളെ കൊണ്ടു നടന്ന് വിൽക്കുന്ന ഇവന്മാരുടെയൊന്നും അപമാനം എനിക്ക് കേൾക്കേണ്ട കാര്യമില്ല ബൽബീർ പറഞ്ഞു. പാണ്ഡെ അത് കേട്ട് ഷോക്കായിരുന്നു. നിങ്ങൾ മകൾ ഇയാളുടെ സെക്രട്ടറിയാണെന്നല്ലേ പറഞ്ഞേ, ഇയാള് പറയുന്നത് സത്യമാണോ? പാണ്ഡെ ഘോഷിനോട് ചോദിച്ചു. അതെന്റെ മകളാ, ഞാൻ എന്തു വേണേ ചെയ്യും, പക്ഷെ ഇയാളെ അറസ്റ്റ് ചെയ്യ്, ഇയാളെ എന്റെ മകളെ തട്ടിക്കൊണ്ടുപോയത് ഘോഷ് പറഞ്ഞതും പാണ്ഡെ നിയന്ത്രണം വിട്ട് ഘോഷിനെ തല്ലി. ഒരു അച്ഛൻ എന്ന് പറഞ്ഞ എന്താണെന്ന് നിങ്ങൾക്ക് അറിയാമോടാ എന്ന് ചോദിച്ചായിരുന്നു പാണ്ഡെ ഘോഷിനെ തല്ലിയത്. നിന്റെ പേരിൽ ആദ്യം FIR ഇടണ്ടേ, നിന്റെ മകളെ ഞാൻ അന്വേഷിച്ച് കണ്ടെത്തിക്കോളാം, പക്ഷെ നിന്നെ എന്റെ കൺമുമ്പിൽ കണ്ടുപോകരുത് എന്ന് പറഞ്ഞ് ഘോഷിനെ പാണ്ഡെ അടിച്ചിറക്കി വിട്ടു. അപ്പോഴേക്കും ബൽബീർ DSP ആയ തന്റെ കൂട്ടുകാരനെ വിളിച്ചിരുന്നു. DSPയിൽ നിന്നും ഫോൺ ബൽബീർ പാണ്ഡേക്ക് കൈമാറി. എന്താടാ അവിടെ ചെയ്യുന്നേ, വേഗം അവിടം വിട്ട് പോവാൻ നോക്ക് എന്നായിരുന്നു DSP പറഞ്ഞത്. അതോടെ പാണ്ഡെ അവിടെ നിന്ന് ദേഷ്യത്തോടെ പോന്നു. പാണ്ഡെ നേരെ പോയത് DSP ഓഫീസിലേക്കാണ്. അവിടെ ആണെങ്കിൽ വിവാന്റെ കേസുമായി ബന്ധപ്പെട്ട് തിരക്കുകൾ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. പാണ്ഡെയെ കണ്ടതും ബൽബീറിനെ ചോദ്യം ചെയ്യാൻ പോയതുമായി ബന്ധപ്പെട്ട് പാണ്ഡെയെ DSP ചോദ്യം ചെയ്തു. നിന്റെ നിയമത്തിന്റെ അറിവൊന്നും ഇവിടെ എടുക്കണ്ട, ഞാൻ UPSC പാസ്സായതാണ് എന്ന മട്ടിലൊക്കെ DSP സംസാരിക്കുന്നുമുണ്ട്. ഒരു കേസ് കിട്ടിയിട്ട് അതന്വേഷിച്ച് പോയതാണ് സാർ എന്നൊക്കെ പാണ്ഡെ പറയാൻ നോക്കുന്നുണ്ടെങ്കിലും പാണ്ഡെയെ മര്യാദക്കൊന്ന് സംസാരിക്കാൻ വരെ DSP സമ്മതിക്കുന്നുണ്ടായിരുന്നില്ല. ബൽബീർ ഇന്നസെന്റ് ആണ് എന്നുറപ്പിച്ച രീതിയിലായിരുന്നു DSPയുടെ സംസാരം മുഴുവൻ. ഒരു സിം കാർഡ് ട്രേസ് ചെയ്യണം, അതിന് അനുവാദം ചോദിക്കാനാ വന്നത് എന്ന തരത്തിൽ പാണ്ഡെ പറഞ്ഞപ്പോഴും DSP അതിന് അനുവദിച്ചില്ല. കാണാതായ ചുംകി എന്ന പെൺകുട്ടി ഒരു വേശിയാണെന്നും അവളൊക്കെ കാണാതെ പോയാൽ എന്താ വിഷയം, ആരും അതിനെപ്പറ്റി കെയർ ചെയ്യാൻ പോകുന്നില്ല എന്നായിരുന്നു DSP പറഞ്ഞത്. എന്ത് ജോലിയാണെങ്കിലും മിസ്സിംഗ് കേസല്ലേ സാർ എന്നായിരുന്നു പാണ്ഡെ ചോദിച്ചത്. ബൽബീറിന്റെ വീടിന് മുമ്പിലാണ് റിക്ഷക്കാരൻ അവസാനമായി അവളെ ഇറക്കിവിട്ടത് എന്നൊക്കെ പാണ്ഡെ പറയാൻ നോക്കിയെങ്കിലും DSP പാണ്ഡെയുടെ ശ്രമങ്ങളെ അടിച്ചൊതുക്കി. നോക്ക്, അതൊരു ചേരിയാണ്, ആ ചേരിയിൽ നിന്ന് തന്നെ നിരവധി കുട്ടികൾ കാണാതാവുന്നുണ്ട്. കുറെ പേരൊക്കെ മക്കളെ വിൽക്കുന്ന പോലുമുണ്ട്. അതൊക്കെ അവരുടെ ഫാമിലി ബിസിനസ് പോലെയാ. അതിന്റെ പിന്നാലെ ഒന്നും നടന്ന സമയം കളയേണ്ട കാര്യമില്ല. ഈ കേസൊക്കെ അങ്ങ് മൂടിക്കെട്ടിയേരെ, അവസാനിപ്പിച്ചേരെ. കൂടുതൽ പ്രൊഡക്റ്റീവായിട്ടുള്ള എന്തെങ്കിലും കേസുകൾ എടുത്ത് അന്വേഷിക്ക്. ഉദാഹരണത്തിന് ഈ വിവാന്റെ കേസ് പോലെ ഒറിജിനൽ പ്രതികൾ, ഒറിജിനൽ കാര്യങ്ങൾ അന്വേഷിച്ച് കണ്ടെത്ത്. ഇതുപോലുള്ള കേസുകൾ കൈകാര്യം ചെയ്താലേ കരിയറിൽ മുന്നോട്ട് വരാൻ പറ്റൂ. പാണ്ഡെ, നിങ്ങളെപ്പറ്റി ഇതുവരെ ഒരു കംപ്ലൈന്റ് പോലും എനിക്ക് വന്നിട്ടില്ലല്ലോ, ഇതെന്താ ഇപ്പൊ ഇങ്ങനെ? അത് സാർ, കുറച്ചു ദിവസം മുമ്പ് നടന്ന ചില കാര്യങ്ങള് അത് കണ്ടപ്പോ മിണ്ടാതിരിക്കാൻ പറ്റിയില്ല. ഓക്കെ, മിണ്ടാതിരിക്കണ്ട, ഈ വിവാറിന്റെ കേസ് എടുക്കൂ, കുറ്റവാളികളെ കണ്ടുപിടിക്കൂ. പക്ഷേ ബൽബീറിനെ എല്ലാത്തിനും ഒഴിവാക്കി നിർത്തിയേക്കണം. മനസ്സിലായില്ലേ? മനസ്സിലായെന്ന് പാണ്ഡെ പറഞ്ഞു. ഇല്ലെങ്കിൽ നമ്മുടെ അടുത്ത സംസാരം ഇതുപോലെ അൺഒഫീഷ്യൽ ആയിരിക്കില്ല എന്ന തരത്തിൽ DSP പാണ്ഡെയെ ഒന്ന് വിരട്ടുകയും ചെയ്തു. എനിക്ക് ലോയലായിരുന്ന കരിയറിൽ നിനക്ക് മുന്നോട്ട് വരാൻ പറ്റും എന്നും DSP പറഞ്ഞു. നിരാശയോടെയായിരുന്നു പാണ്ഡെ സ്റ്റേഷനിലേക്ക് മടങ്ങിയെത്തിയത്. കോൺസ്റ്റബിൾ ചുംകിയുടെ സിം കാർഡ് ട്രേസ് ചെയ്യുന്ന കാര്യമൊക്കെ ചോദിച്ചപ്പോ അതൊക്കെ വിട്ടേരെ, വേറെന്തോ കണക്ഷനുള്ള കാര്യമാ എന്ന് പറഞ്ഞ് പാണ്ഡെ ഒഴിയാൻ നോക്കി. പിടിച്ചുവെച്ചിരുന്ന റിക്ഷക്കാരനെ വിടുന്ന കാര്യം കോൺസ്റ്റബിൾ ചോദിച്ചപ്പോ അയാളെ കൊണ്ട് ഉപകാരമൊന്നുമില്ലല്ലോ, വിട്ടേക്കെന്നായിരുന്നു പാണ്ഡെ ആദ്യം പറഞ്ഞത്. പിന്നാലെ റിക്ഷക്കാരന്റെ ഫോൺ എടുത്തു കൊടുക്കാൻ കോൺസ്റ്റബിൾ തുനിഞ്ഞതും ആ ഫോൺ കണ്ട് പാണ്ഡെക്ക് സംശയം തോന്നി. ഫോൺ വാങ്ങി പാണ്ഡെ പരിശോധിച്ചപ്പോ ആ ഫോൺ ചുംകിയുടെ ഫോണാണ് എന്ന് പാണ്ഡെക്ക് മനസ്സിലായി. അതിൽ അവസാനമായി കോൾ ചെയ്തിരുന്നത് പ്രേമായിരുന്നു. ഇത്
മാത്രം മതി കേസുമായി മുമ്പോട്ട് പോവാൻ. ഇത് എറിഞ്ഞു കളയാൻ വേണ്ടി നിന്റെ അടുത്ത് തന്നതായിരിക്കുമല്ലേ, എറിഞ്ഞു കളയണ്ടായിരുന്നോടാ എന്നായിരുന്നു പാണ്ഡെ റിക്ഷാക്കാരനോട് ചോദിച്ചത്. റിക്ഷാക്കാരനെ ചോദ്യം ചെയ്ത് കിട്ടിയ വിവരവുമായി പാണ്ഡെ പിന്നാലെ വീണ്ടും DSPയുടെ മുമ്പിലെത്തി കാര്യങ്ങൾ വിശദീകരിച്ചു. ക്ലയന്റുകളുടെ വീടിന് മുമ്പിൽ ചുംക്കി എത്തിക്കുന്നത് ആ റിക്ഷാക്കാരനാണ്. പതിവ് പോലെ അയാൾ ബൽബീറിന്റെ വീടിന് മുമ്പിൽ ചുംക്കിയെ ഇറക്കി അവിടെ നിന്ന് പോന്നു. ബൽബീറും ചുംക്കിയും തമ്മിൽ പണ്ട് തൊട്ടേ ഇടപാടുകളുണ്ട്. ബൽബീർ ചുംക്കിയുടെ അച്ഛന് മാസാമാസം പണവും ചുംക്കിക്ക് അല്ലാത്ത പണവും കൊടുക്കുന്നുണ്ടായിരുന്നു. പക്ഷേ അന്ന് വീട്ടിലേക്ക് പോയ ചുംക്കി പിന്നീട് തിരികെ വന്നില്ല. റിക്ഷാക്കാരൻ തിരികെ കൂട്ടാൻ വന്നപ്പോ അവിടുത്തെ ജോലിക്കാരൻ പ്രേം ചുംക്കിയുടെ ആ ഫോൺ റിക്ഷാക്കാരന് കൊടുത്തു. പോകുന്ന വഴിയിൽ ഷാദ്ര സ്റ്റേഷനിലോ നദിയിലോ എവിടെങ്കിലും അത് കളഞ്ഞേക്കാൻ പറഞ്ഞു. അത്യാഗ്രഹിയായ റിക്ഷാക്കാരൻ അത് ചെയ്തില്ല. മാത്രമല്ല ചുംക്കിയെ പറ്റി ചോദ്യം ചെയ്താൽ ഷാദ്ര സ്റ്റേഷനിൽ അവളെ ഇറക്കിയെന്ന് ആരോടാണെങ്കിലും പറഞ്ഞോളാനും പ്രേം അയാളെ ചട്ടം കിട്ടിയിരുന്നു. മൊത്തത്തിൽ നോക്കുമ്പോ റിക്ഷാക്കാരനിതിൽ വേറെ ബന്ധമൊന്നുമില്ല. എല്ലാ സംശയങ്ങളും നീളുന്നത് ബൽബീറിന്റെ വീട്ടിലെ ജോലിക്കാരൻ പ്രേമിലേക്കാണ്. പ്രേമിനെ അറസ്റ്റ് ചെയ്ത ഈ കേസ് തെളിയിക്കാൻ പറ്റും സാർ. റിക്ഷാക്കാരന്റെ സ്റ്റേറ്റ്മെന്റ് നമ്മളിപ്പോഴേ എടുത്തിട്ടുണ്ട്. ഒരു മിനിറ്റ് പാണ്ഡെ എന്ന് പറഞ്ഞ് കുമാർ എന്ന മറ്റൊരു കോൺസ്റ്റബിളിനെ DSP അടുത്തേക്ക് വിളിച്ചു. കുമാർ, ഇത് SI പാണ്ഡെ. SI പാണ്ഡെയുടെ പേരിൽ ഒരു സസ്പെൻഷൻ ഓർഡർ അങ്ങ് അടിച്ചേക്ക്. ഇവിടെ തന്നെ ആളുണ്ടല്ലോ, അതുകൊണ്ട് ആളെ കൊണ്ട് തന്നെ സൈനം ചെയ്യിപ്പിച്ചു. DSP ഒറ്റയടിക്ക് പറഞ്ഞു. ഞെട്ടലോടെയായിരുന്നു പാണ്ഡെ അത് കേട്ടത്. നിങ്ങളെ ഞാൻ വാൺ ചെയ്തതാണ് പാണ്ഡെ. ഈ കേസൊന്നും ബൽബീറിന് ബാസിക്ക് നേരെ തിരിച്ചു കൊണ്ടുവരരുതെന്ന്. നിങ്ങൾ അവസാനം ഒക്കെ പ്ലാൻ ചെയ്ത് ഇതുപോലെ തന്നെയാ ചെയ്തുകൊണ്ടിരിക്കുന്നേ. റിക്ഷക്കാരനെ 3-ാം മുറി ഉപയോഗിച്ച് ഇതൊക്കെ നിങ്ങൾ പറയിപ്പിച്ചു. ഇനിയിപ്പോ ബാസിയുടെ വീട്ടിലെ വേലക്കാരനെയും കൂടി അറസ്റ്റ് ചെയ്ത അതുവഴി ബാസിയിലേക്കും എത്താമല്ലോ അല്ലേ. നിങ്ങളുടെ ഈ സേവനത്തിന് പോലീസ് സേന നിങ്ങളോട് വലിയ തോതിൽ കടപ്പെട്ടിരിക്കുന്നു. നിങ്ങൾക്കിപ്പോ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോകാം. നേർമാർഗത്തിൽ കേസന്വേഷിച്ച പാണ്ഡെയെ കുറ്റക്കാരനാക്കി ചിത്രീകരിക്കുന്ന കാര്യമായിരുന്നു DSP അവിടെ പ്രവർത്തിച്ചത്. വൈകാതെ പാണ്ഡെ സസ്പെൻഡ് ചെയ്യപ്പെട്ടു. അന്ന് വൈകിട്ട് തന്നെ വിവാനെ കണ്ടെത്തി എന്ന് പറഞ്ഞ് DSP അഭിമാനത്തോടെ ഒരു പത്രസമ്മേളനവും നടത്തുന്നുണ്ടായിരുന്നു. DSPയുടെ ഇരട്ടമുഖവും സമ്പത്തുള്ളവർക്ക് മാത്രം നീതി നടപ്പിലാവുന്നതും പാണ്ഡെ നിരാശയോടെ നോക്കിക്കണ്ടു. പിന്നീട് 4 ആഴ്ചയ്ക്ക് ശേഷം സസ്പെൻഷനിലായെങ്കിലും കേസന്വേഷണവുമായി മുമ്പോട്ടു പോവാതിരിക്കുവാൻ പാണ്ഡ്യയ്ക്ക് സാധിക്കുന്നുണ്ടായിരുന്നില്ല. പ്രേമിനെ രഹസ്യമായി പാണ്ഡ്യ പിന്തുടർന്നു. പ്രേമും ചോട്ടേലാലും കൂടി സംസാരിക്കുന്നതൊക്കെ പാണ്ഡെ ആ സമയം നോക്കിക്കാണുന്നുണ്ട്. പ്രേം ശേഷം വീട്ടിൽ വന്ന് ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കെ മുകളിൽ നിന്ന് പ്രേമിന്റെ ബോസ് വിളിച്ചു. ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് പ്രേം, നിന്റെ ജോലി ചെയ്തോളൂ, ഒക്കെ ക്ലിയർ ചെയ്തോളൂ എന്നായിരുന്നു അയാൾ പറഞ്ഞത്. പ്രേം പിന്നാലെ മുകളിലെ മുറിയിലേക്ക് കയറി ചെന്നു. ബീർബലിന്റെ മുറിയിൽ ആ സമയം ബീർബൽ കാമകേളികളിൽ ഏർപ്പെട്ടിരുന്ന 2 പെൺകുട്ടികളുണ്ടായിരുന്നു. അതൊക്കെയും ഒരു വീഡിയോ ക്യാമറയിൽ ബീർബൽ ഷൂട്ട് ചെയ്യുകയും ചെയ്യുന്നുണ്ടായിരുന്നു. ഷൂട്ട് ചെയ്ത ആ വീഡിയോ കാസറ്റിലേക്കാക്കി മാറ്റുന്നതും സൂക്ഷിക്കുന്നതുമെല്ലാം പ്രേമാണ്. സസ്പെൻഷൻ കാലാവധി കഴിഞ്ഞ് പാണ്ഡെ തിരിച്ചു ജോയിൻ ചെയ്യുന്ന സമയമായി കഴിഞ്ഞിരുന്നു. പാണ്ഡെയ്ക്ക് അടുത്തു വന്ന് കൂട്ടുകാരൻ കൂടിയായ കോൺസ്റ്റബിൾ പതക് സംസാരിച്ചു. കഴിഞ്ഞതൊക്കെ മറന്നേക്കാനും അവർക്ക് സാറിനെ ടെർമിനേറ്റ് ചെയ്യാൻ ധൈര്യമില്ല, അതുകൊണ്ട് സസ്പെൻഡ് ചെയ്ത്. സാറിന് പേടിക്കണ്ട, പുതിയ SSP ചാർജ് എടുക്കുന്ന ആ പയ്യന്റെ കേസ് തെളിയിച്ചതിന് DSP ജവഹർ റസ്തോഗിക്ക് പ്രൊമോഷൻ കിട്ടി. അദ്ദേഹത്തിന്റെ സ്ഥാനത്തേക്ക് പുതിയ SSP തൽക്കാലത്തേക്ക് ജോയിൻ ചെയ്യുന്നത്. SSPക്കായിരിക്കും സാറിനെ റിപ്പോർട്ട് ചെയ്യുന്നതും. എന്നാലും എന്തിനായിരുന്നു സാർ? ഒക്കെ നന്നായി പോയിക്കൊണ്ടിരുന്നതല്ലേ. സാർ എന്തിനാ ആവശ്യമില്ലാതെ ഈ കേസിലേക്കൊക്കെ തലയിട്ടത്? എന്റെ മകൾക്ക് നടന്നത് നീയും കണ്ടതല്ലേ. എങ്ങനെ മറക്കാനാ സാർ? ഞാനല്ലേ സാറിന്റെ മകളെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയത്. അവർ സംസാരിച്ചുകൊണ്ടിരിക്കെ താഴെ ചോട്ടേലാൽ സംസാരിച്ചു നിൽക്കുന്നത് അവരിരുവരും കണ്ടിരുന്നു. അത് കണ്ടതും പതക്ക് പറഞ്ഞു, സാറേ ദാ നിൽക്കുന്നോനില്ലേ, അവന്റെ ആംബുലൻസിലാ അന്ന് സാറിന്റെ മോളെ ആശുപത്രിയിൽ എത്തിച്ചത്. ഇവന്റെ ആംബുലൻസിലാണോ എന്റെ മോളെ കൊണ്ടുപോയത്? ഇവനും ആ പ്രേമും സംസാരിക്കുന്നത് ഞാൻ കണ്ടിരുന്നല്ലോ. ഇപ്പോഴാണ് കാര്യങ്ങൾ വ്യക്തമാകുന്നത്. ഇവനെന്ന ആംബുലൻസുമായി അവിടെ വന്നത് തന്നെ എന്റെ മോളെ തട്ടിക്കൊണ്ടുപോവാൻ വേണ്ടിയായിരിക്കും. പക്ഷേ കാര്യങ്ങൾ മറന്നപ്പോ ആംബുലൻസിൽ അവൻ എന്റെ മോളെ ആശുപത്രിയിൽ എത്തിച്ചതാണ്. അവനെ പിടിച്ചു കുടഞ്ഞ കൂടുതൽ കാര്യങ്ങൾ വ്യക്തമാകും. ചോട്ടലാൽ ഒരു സാധാരണ ആശുപത്രിയിൽ കമ്പൗണ്ടറായി ജോലി നോക്കിയിരുന്നവനാണ്. അധികം വൈകിയില്ല പതക്കും പാണ്ഡെയും ചേർന്ന് ചോട്ടലാലിനെ ആശുപത്രിയിൽ നിന്ന് പൊക്കി ഒറ്റപ്പെട്ട ഒരു ബിൽഡിങ്ങിൽ ചോട്ടലാലിനെ കെട്ടിയിട്ട് ഉപദ്രവിച്ച് അവർ ചോട്ടലാലിനെ ചോദ്യം ചെയ്തു. ചോട്ടലാലിൽ നിന്ന് വേണ്ട വിവരങ്ങളൊക്കെ അവർക്ക് കിട്ടിയിരുന്നു. പ്രേം പറഞ്ഞിട്ടാണ് താനതൊക്കെ ചെയ്തത് എന്ന് ചോട്ടലാൽ സമ്മതിച്ചു. മറുവശത്ത് പുതിയ SSP ഭൂപ്പനെ നമ്മൾ പരിചയപ്പെടുന്നു. സത്യസന്ധമായി ജോലി ചെയ്തിരുന്ന ഭൂപ്പൻ പലതവണ ട്രാൻസ്ഫർ ചെയ്യപ്പെട്ട വ്യക്തിയാണ്. നിലവിൽ ഭാര്യയുടേതടക്കമുള്ള പ്രഷർ ഭൂപ്പന് മേലുണ്ട്. ഇത്തവണ ജോയിൻ ചെയ്യുന്നിടത്തെങ്കിലും താൽക്കാലിക ജോലി മാറ്റി പെർമനന്റ്
SSP ആകണം എന്ന് ഭാര്യ ആവശ്യപ്പെട്ടിരുന്നു. ഭൂപ്പനും ഓടി മടുക്കുകയും ചെയ്തു. അതുകൊണ്ട് തന്നെ ജോയിൻ ചെയ്യുന്നിടത്ത് ഒരു പെർമനന്റ് പൊസിഷന് ഭൂപ്പൻ ആഗ്രഹിച്ചിരുന്നു. പിറ്റേന്ന് ഓഫീസിൽ പ്രൊമോഷനായി പോകുന്ന പഴയ DCP ജവഹറുമായി ഭൂപ്പൻ സംസാരിച്ചു നിൽക്കുകയാണ്. അങ്ങോട്ടേക്ക് പാണ്ഡെ വരുന്നത്. പാണ്ഡെയെ കണ്ടതും നിങ്ങളാണല്ലേ പാണ്ഡെ, നിങ്ങളല്ലേ വിളിച്ചിരുന്നത് എന്ന് ഭൂപ്പൻ ചോദിച്ചു. അതെ സാർ എന്ന് പാണ്ഡെ മറുപടി പറഞ്ഞു. പാണ്ഡെ വീണ്ടും എന്തൊക്കെയോ പൊക്കിക്കൊണ്ടുവരികയാണ് എന്ന് ജവഹർ തിരിച്ചറിഞ്ഞിരുന്നു. എന്താണ് പാണ്ഡെ, പുതിയ ബോസിന് കീഴിൽ ഇപ്പോഴേ ജോലി ചെയ്യാൻ ആരംഭിച്ചു എന്ന തരത്തിൽ ജവഹർ പാണ്ഡെയെ ഒന്ന് കുത്തിക്കാണിക്കുകയും ചെയ്തു. പിന്നാലെ ഹെഡ്ക്വാർട്ടേഴ്സിൽ വെച്ച് കാണാം എന്ന് പറഞ്ഞ് ജവഹർ അവിടെ നിന്ന് പോന്നു. ഭൂപ്പനും പാണ്ഡെയും സംസാരിക്കാൻ ഭൂപ്പന്റെ മുറിയിലേക്ക് കയറി. പുറത്തേക്കിറങ്ങിയ ജവഹറിന് പല സംശയങ്ങളും ഉണ്ടായിരുന്നു. പിന്നാലെ ജവഹർ ശ്രാവൺകുമാർ പതക്കിന്റെ നമ്പർ സംഘടിപ്പിച്ചു. പതക്കിനെ വിളിച്ച് ചില കാര്യങ്ങൾ സംസാരിച്ചു. കരിയറിൽ നിനക്ക് മുന്നോട്ട് വരണമോ എങ്കിൽ ഞാൻ പറയുന്ന പോലെ കേട്ടാൽ മതി എന്ന് ജവഹർ പതക്കിനോട് പറഞ്ഞു. തൊട്ടു പിന്നാലെ ജവഹറിന്റെ ഫോൺ കോൾ ബൽബീറിന് വന്നെത്തി. ജവഹർ പറഞ്ഞത് കേട്ട് ബൽബീർ ഞെട്ടിയിരുന്നു. തൊട്ടു പിന്നാലെ ബൽബീർ ഹരിയാനയിലുള്ള പരിചയമുള്ള കൊട്ടേഷൻ സംഘത്തിന് വിളിച്ച് കാര്യങ്ങൾ പറഞ്ഞു. ഇതേസമയം മറുവശത്ത് കാര്യങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞിരുന്ന പാണ്ഡെ SSP ഭൂപ്പനുമൊത്ത് ചോട്ടേലാലിനെ കസ്റ്റഡിയിൽ വെച്ചിരിക്കുന്നിടത്തേക്ക് പോവുകയായിരുന്നു. പോകുന്ന വഴിയിൽ പോലീസിനുള്ളിലെ അഴിമതികളെ പറ്റിയും നീതി നടപ്പാവാത്ത പൊളിറ്റീഷ്യന്റെ കളിപ്പാവുകൾ മാത്രമായി വർത്തിക്കുന്ന സിസ്റ്റത്തെ പറ്റിയുമൊക്കെ അവർ സംസാരിക്കുന്നുണ്ട്. പക്ഷേ ചോട്ടലാലിനടുത്തേക്ക് അവർ എത്തിച്ചേരുന്നതിനു മുമ്പേ മറ്റൊന്ന് സംഭവിച്ചിരുന്നു. ബൽബീറിന്റെ കൊട്ടേഷൻ സംഘം അവിടെത്തി ചോട്ടലാലിനെ അടിച്ചിട്ട് അവിടെ നിന്ന് എടുത്തുകൊണ്ടുപോയി. ഭൂപ്പനും പാണ്ഡെയും അവിടത്തേക്ക് എത്തുമ്പോഴേക്ക് ചോട്ടേലാൽ അവിടെ ഉണ്ടായിരുന്നില്ല. കാവൽ നിർത്തിയിരുന്ന പതക്കാണെങ്കിൽ അവിടെ കാണുന്നുമില്ല. പതക്ക അങ്ങോട്ടേക്ക് എത്തിയതും താൻ ഭക്ഷണം കഴിക്കാൻ പോയതാണെന്നും ചോട്ടേലാൽ എങ്ങോട്ടാ പോയത് എന്ന തരത്തിലും അതിശയിക്കുന്നുണ്ടായിരുന്നു. പാണ്ഡെ പതക്കിന്റെ ശ്രദ്ധയില്ലായ്മയെ കുറ്റപ്പെടുത്തി. SSP പാണ്ഡെയെ ആശ്വസിപ്പിച്ചു. ഇനി മുമ്പിലുള്ള വഴി ഓട്ടോറിക്ഷക്കാരന്റെ മൊഴിയാണെന്നും അത് ഫോളോ ചെയ്ത് പ്രേമിനെ അറസ്റ്റ് ചെയ്ത് അവന്റെ കൺഫെഷൻ റെക്കോർഡ് ചെയ്യണം, അത് വെച്ച് പ്രൊസീഡ് ചെയ്യാൻ സാധിക്കൂ എന്നും ഭൂപ്പൻ പറഞ്ഞു. അന്ന് തിരികെ പോകുമ്പോൾ ഭൂപ്പൻ സന്തോഷത്തോടെ ഭാര്യയെ വിളിച്ച് ഈ ടെമ്പററി പോസ്റ്റ് പെർമനന്റ് ആവാൻ സാധ്യതയുണ്ട് എന്ന് പറയുകയും ചെയ്യുന്നുണ്ടായിരുന്നു. വൈകാതെ പ്രേം പിടികൂടപ്പെട്ടു. ചോദ്യം ചെയ്യുവാൻ വേണ്ട കാര്യങ്ങൾ തയ്യാറാക്കി. പാണ്ഡെ അങ്ങോട്ടേക്ക് വന്നതും പ്രേം പാണ്ഡെയുടെ കാലിൽ വീണു. അന്ന് ദശേറയുടെയെന്ന് സാറിന്റെ മകളാന്ന് അറിയില്ലായിരുന്നു സാറേ, അതുകൊണ്ടാണ് ഞാൻ കൈവച്ചത്, എന്നോട് ക്ഷമിക്കണം എന്നൊക്കെ അവൻ പറഞ്ഞു. പാണ്ഡെ പ്രതികരിച്ചില്ല. ദേഷ്യം ഒന്നെങ്കിലും കടിച്ചു പിടിച്ചു. ഭൂപ്പനും ഒപ്പമുണ്ടായിരുന്നു. പ്രേമിനെ ഇരുത്തി അവർ ചോദ്യം ചെയ്യാൻ ആരംഭിച്ചു. പക്ഷേ പ്രേമാകട്ടെ വളരെ സ്വാഭാവികമായി നോർമലായി മറുപടികൾ പറയുകയായിരുന്നു. അന്ന് രാത്രിയിൽ താൻ സ്ഥിരം കാണുന്ന ഗെയിം ഷോയുണ്ടെന്നും ഒരു സ്ത്രീ 50 ലക്ഷം നേടുന്ന തരത്തിലെത്തിയെന്നും ഇന്നത്തെ എപ്പിസോഡില് അവര് 1 കോടി നേടുമോ എന്നറിയാൻ പറ്റുമെന്നും അത് തനിക്ക് കാണണം, അതുകൊണ്ട് ചോദ്യം ചെയ്യലൊക്കെ നാളെയാക്കിയാലോ എന്നൊക്കെ സ്വാഭാവികമായ രീതിയിൽ പ്രേം പറയുന്നുണ്ടായിരുന്നു. പക്ഷേ കുറച്ച് ചോദ്യങ്ങളേ ഉള്ളൂ എന്ന മട്ടിൽ പാണ്ഡെ പറഞ്ഞു. ആദ്യമൊക്കെ എന്നാലും സമയം പോവില്ലേ സാർ എന്നൊക്കെ പ്രേം പറഞ്ഞെങ്കിലും വേഗം ശരിയുത്തരം പറഞ്ഞാൽ പ്രേമിന് വേഗം പോകാം എന്ന് പാണ്ഡെ പറഞ്ഞതും പ്രേം അതിന് തയ്യാറാവുകയാണ്. നീ ഇനി തെറ്റുത്തരമാണ് പറയുന്നതെങ്കിലോ എന്ന തരത്തിൽ പാണ്ഡെ ചോദിച്ചതും സാറ് ചോദിക്ക്, അപ്പോ മനസ്സിലാവും എന്നായിരുന്നു പ്രേമിന്റെ മറുപടി. എല്ലാ സത്യങ്ങളും പറഞ്ഞ് ഗെയിം ഷോ കാണാൻ പോകണം എന്നത് മാത്രമായിരുന്നു പ്രേമിന്റെ മനസ്സിലുണ്ടായിരുന്നത്. സൈക്കോയായ അവൻ അത്തരത്തിലായിരുന്നു പ്രവർത്തിച്ചിരുന്നതും. പാണ്ഡെ പിന്നാലെ ചോദ്യം ചെയ്യാൻ ആരംഭിച്ചു. ആദ്യത്തെ ചോദ്യം തന്നെ ചുംകിയെ പറ്റിയായിരുന്നു. ചുംകിയെ അറിയോ എന്ന ചോദ്യത്തിന് അറിയുമെന്നവൻ മറുപടി പറഞ്ഞു. ചുംകിക്ക് എന്തു പറ്റിയെന്ന് പാണ്ഡെ ചോദിച്ചപ്പോ അവളെ ഞാൻ കൊന്നുവെന്നായിരുന്നു അവന്റെ മറുപടി. അതും ഒരു പേടിയും ഭയവും സങ്കോചവും ഇല്ലാതെ വളരെ സ്വാഭാവികമായി അവൻ മറുപടി പറഞ്ഞുകൊണ്ടിരുന്നു. പാണ്ഡെ ഭൂപ്പനെ തിരിഞ്ഞു നോക്കി. ഉടൻ പ്രേം പറഞ്ഞു, സാറെന്താ അങ്ങോട്ട് നോക്കുന്നേ, വേഗം എടുത്ത ചോദ്യം ചോദിക്ക്, എനിക്ക് പോവാനുള്ളതാ. എന്തിനാ നീ കൊന്നത്? റെസ്പെക്റ്റിന് വേണ്ടിയാ കൊന്നത് സാറേ. ഞാനൊരു വേലക്കാരനായതുകൊണ്ട് എന്നോട് അപമര്യാദയായി സംസാരിക്കാം എന്നാണ് അവള് കരുതിയേ. അത് പാടില്ലല്ലോ, അത് തെറ്റല്ലേ. ഇപ്പൊ നോക്കിക്കേ, നമ്മൾ തന്നെ പരസ്പരം ബഹുമാനത്തോടെയല്ലേ സംസാരിച്ചോണ്ടിരിക്കുന്നേ. അങ്ങനാണെങ്കിൽ ഒക്ടോബർ 9 എന്താ സംഭവിച്ചത്? അതല്ലേ സാർ ഞാൻ പറഞ്ഞോണ്ടിരിക്കുന്നേ. വിശദീകരിച്ചു പറയാനോ സാറേ? അത് സമയം സാറേ അന്നങ്ങനെ പ്രത്യേകിച്ചൊന്നും നടന്നിട്ടില്ല. അന്ന് എന്താ സംഭവിച്ചെന്ന് വെച്ചാ ബോസ്, അതായത് പപ്പാജി വീട്ടിലുണ്ടായിരുന്നില്ല. അവളെ ഫോൺ വിളിച്ച് ഒരു കസ്റ്റമറിന് വേണ്ടിയാണ് എന്ന തരത്തിൽ ഞാനങ്ങ് സംസാരിച്ചു. അതിൻ്റെല്ല സാറേ, കുറെ നാളായിട്ട് ഇവളെന്നോട് ഫ്ലേട്ട് ചെയ്യുകയും എന്നോട് താല്പര്യമുള്ള പോലെ കാണിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. എനിക്കും അവളോടൊരു ഇഷ്ടമൊക്കെ ഉണ്ട്. അതുകൊണ്ടാ അന്നങ്ങനെ വിളിച്ചേ. അവൾ ഈ താല്പര്യമൊക്കെ കാണിക്കുമ്പോ നമുക്കത് പെട്ടെന്ന് മനസ്സിലാവൂലോ. അതുകൊണ്ട് തന്നെ ഇവിടെ ഒരു കസ്റ്റമർ വന്നിട്ടുണ്ട്, നിന്നെ തന്നെ വേണോന്നാ പറയുന്നേ എന്നൊക്കെ പറഞ്ഞ അവളെ ഞാൻ വിളിച്ചു വരുത്തിയത്. അവള് വന്നപ്പോ അവൾക്ക് ഞാൻ ചായയും എന്തിന് ഡ്രിങ്ക് വരെ ഓഫർ ചെയ്തു. പക്ഷെ അവളുടെ അഹങ്കാരം നോക്കണം. അതൊന്നും വേണ്ട, അവൾക്ക് സമയമില്ലാന്ന്. കസ്റ്റമർ വേഗം ഇവിടെ വന്നില്ലെങ്കിൽ ഞാൻ പോവുമെന്ന്. എന്നാലും അവൾ
അവൾക്ക് എന്ത് അഹങ്കാരാണെന്ന് നോക്കണേ. താങ്ക് യു പോലും പറയാണ്ട് അവളങ്ങ് പോവുമെന്ന് അവളുടെ കയ്യിൽ പിടിച്ച് ഞാൻ എന്റെ ഫീലിങ്സ് ഒക്കെ അങ്ങ് പറഞ്ഞു. എടി, എനിക്ക് കാര്യങ്ങളൊക്കെ അറിയാം. നീയും പാപ്പാജിയും തമ്മിൽ സെറ്റപ്പാ. നിങ്ങൾ തമ്മിൽ പല ബന്ധവുമുണ്ടെന്ന് നീ അയാളെ വെച്ചോണ്ടിരിക്കുകയാണെന്നും അതൊന്നും എനിക്ക് പ്രശ്നമല്ല. അതേപോലെ നിനക്കും എന്റെ മേലൊരു കണ്ണുണ്ടെന്നും എന്റെ ഒപ്പം കിടക്കണമെന്ന് ആഗ്രഹമുണ്ടെന്നും എനിക്ക് മനസ്സിലായിട്ടുണ്ട്. പക്ഷേ ഞാനിത് അവളോട് അങ്ങ് പറഞ്ഞില്ലേ. പറഞ്ഞു കഴിഞ്ഞപ്പോ അവൾ എന്നെ നോക്കി കൊണകൊണാന്നങ്ങ് ചിരിക്കാൻ തുടങ്ങി. നീ ഒരു പിച്ചക്കാരൻ, വേലക്കാരൻ, നിന്റെ യോഗ്യതക്കൊത്ത് സംസാരിക്കടാ എന്ന തരത്തില് അവൾ എന്നെ അപമാനിച്ചങ്ങ് സംസാരിച്ചു. ഞാനും വിട്ടുകൊടുത്തില്ല. പിന്നെ നീ വലിയ പുണ്ണാളത്തിയാണല്ലോ, പന്നം മത്തങ്ങ തലച്ചി, മര്യാദയോടുകൂടി സംസാരിക്കടി എന്ന് ഞാനും പറഞ്ഞു. പണത്തിന് വേണ്ടിയല്ലടി നീ ഇതൊക്കെ ചെയ്യുന്നേ, ഇന്നാ പണം എന്ന് പറഞ്ഞ് ഞാൻ പണവും അവൾക്ക് ഇട്ടുകൊടുത്തു. പക്ഷെ അവൾ ആ പണം എടുത്തിട്ട് എന്താ പറഞ്ഞെന്നറിയോ? എടാ പിച്ചക്കാരൻ പട്ടി, ഈ പണം വെച്ച് നീ തന്നെ സ്വയം അങ്ങ് ഉണ്ടാക്കിയാ മതിയെന്ന്. എന്നോട് പോയി സ്വയം ഉണ്ടാക്കാനേ അവൾക്കറിയില്ലല്ലോ. എന്റെ അങ്കിൾ എന്നെ ചെറുപ്പത്തിൽ എന്തൊക്കെയാ ചെയ്തോണ്ടിരുന്നെന്നും അയാളെ ഞാൻ എങ്ങനെയാ വെട്ടി പീസ് പീസാക്കി കൊന്ന് പട്ടിക്ക് ഇട്ടുകൊടുത്തെന്നും അവന്റെ ലിവർ അടക്കം ഞാനും കുറെ തിന്നതാ. എന്റെ അങ്കിളിന്റെ ലിവർ വരെ തിന്ന എനിക്ക് ഇവളൊക്കെ ഒരു വിഷയമാണോ? ഇനി ഞാനെന്തെങ്കിലും പ്രശ്നത്തിൽ പെട്ടാ തന്നെ പാപ്പാജിയുണ്ട്, പാപ്പാജി എന്നെ അങ്ങ് രക്ഷപ്പെടുത്തിക്കോളും. കാര്യം അവളെ എനിക്ക് ഇഷ്ടമെന്നും വെച്ച് അവള് കാണിക്കുന്ന മര്യാദകേടിന് കൂടെ നിൽക്കണ്ട എന്ത് കാര്യം എനിക്കുള്ള അത്രയുള്ളൂ. ആ ഡിസിഷനൊക്കെ അപ്പോ തന്നെ എടുത്തതാ. പിന്നെ ഈ ചുംകീനെ പറ്റി സംസാരിക്കുമ്പോ കുറച്ചങ്ങ് കടന്നു പോകും സാറേ, അത്രേ ഉള്ളൂ. പിന്നെ ഞാൻ അവിടെ നിന്ന് അങ്ങ് എഴുന്നേറ്റു. കസ്റ്റമറിന് കോൾ ചെയ്യാന്ന പോലെ എഴുന്നേറ്റ് അവളുടെ പിന്നിൽ ചെന്നു. ഷാളെടുത്ത് അവളുടെ കഴുത്തിനിരിച്ച് അങ്ങ് കൊന്നു കളഞ്ഞു. ചത്തല്ലോ. പിന്നെ അവളെ ഞാനങ്ങ് ആസ്വദിച്ചു. അവളുടെ അഹങ്കാരമൊക്കെ ഇപ്പൊ എവിടെയാന്ന് കാണണം. പന്നം മത്തങ്ങ തലച്ചി ഞെട്ടലോടെയായിരുന്നു പ്രേമിന്റെ ആ പറച്ചിലൊക്കെ പാണ്ഡേയും ഭൂപ്പനും കേട്ടത്. മൃതശരീരം എന്തു ചെയ്തു എന്നായി പിന്നെ അവരുടെ ചോദ്യം. ശരീരം വെട്ടുനുറുക്കി കളഞ്ഞോ എന്ന് പാണ്ഡ്യ ചോദിച്ചപ്പോ പ്രേം പറഞ്ഞു, അങ്ങനൊന്നും അങ്ങനെ കളയാൻ പറ്റില്ല സാർ. ഞാനെന്താ മണ്ടനാണോ? വെട്ടി വീടിന്റെ ഉള്ളിൽ വെച്ച നാറ്റം വരും. വല്ല അരുവിയിലൊക്കെ കൊണ്ടുവന്നിട്ട കുറച്ചു ദിവസം കഴിയുമ്പോ പൊന്തി വരും. അതിനെന്താ ചെയ്തെന്നറിയോ? വെട്ടി നുറുക്കിയതിൽ കുറെയൊക്കെ ഞാനങ്ങ് തിന്നും. ബാക്കിയുള്ളത് ശരീരഭാഗങ്ങള് അഴുക്കുചാലി കൊണ്ടു തള്ളും. അഴുക്കുചാലിന്റെ മണത്തില് ശരീരത്തിന്റെ ചീനഭാഗം കൂടി കിടന്ന മണം എവിടുന്ന് വരാനാ? പിന്നെ തലഭാഗം, അത് പപ്പാജിയുടെ വീടിന്റെ പരിസരത്ത് തന്നെ ആചാരങ്ങളൊക്കെ ചെയ്ത് കത്തിച്ച് ഞാനങ്ങ് കുഴിച്ചു മൂടും. എല്ലാ കുട്ടികളെയും അവൻ കൊന്നത് അത്തരത്തിലാണ് എന്ന് നെട്ടലോടെ പാണ്ഡെ കേൾക്കുകയായിരുന്നു. ചുംകിയുടെ അവയവങ്ങള് കമ്പൗണ്ടർ മുഖേന വിറ്റോ എന്ന് പാണ്ഡെ ചോദിച്ചു. ചുംകിനെ ഞാൻ പ്രേമിച്ചതല്ലേ സാറേ, അവളെ എങ്ങനെ അങ്ങനെ വിൽക്കുന്നേ? സാറിനിപ്പോഴും മനസ്സിലായിട്ടില്ല. ബാക്കിയുള്ളവരുടെ അവയവങ്ങളെ വിറ്റിട്ടുള്ളൂ, ചുംകിയുടെ അവയവമൊന്നും വിറ്റിട്ടില്ല. അവന്റെ സംസാരത്തിൽ നിന്ന് തന്നെ പാണ്ഡെയും ഭൂപ്പനും കാര്യങ്ങൾ വല്ലാതെ മനസ്സിലാക്കി. നടക്കുന്നത് തെരുവ് കുട്ടികളെ തട്ടിക്കൊണ്ടുപോവലും കൊലപ്പെടുത്തലും അവരുടെ അവയവങ്ങൾ വിൽക്കലുമാണെന്ന്. അതിനു മുമ്പേ ലൈംഗിക ആവശ്യങ്ങൾക്ക് ആ കുട്ടികൾ ഉപയോഗിക്കപ്പെടുകയും ചെയ്യുന്നുണ്ട്. മൊത്തം 22 മുതൽ 24 കുട്ടികളെ വരെ പ്രേമത്തരത്തിൽ കൊലപ്പെടുത്തിയിട്ടുണ്ട് എന്നത് പാണ്ഡെയെ അത്യധികം ഞെട്ടിക്കുന്നതായിരുന്നു. അത്രയുമായതും നിയന്ത്രണം വിട്ട പാണ്ഡെ, ഇതിനു വേണ്ടിയല്ലടാ എന്റെ മോളെ നീ തട്ടിക്കൊണ്ടുപോകാൻ നോക്കിയത് എന്ന് പറഞ്ഞ് പ്രേമിനെ കടന്നു പിടിച്ചു. പ്രേം പക്ഷേ പറയാൻ തുടങ്ങി, സാറിന്റെ മോളെ ഞാൻ തട്ടിക്കൊണ്ടുപോയില്ലല്ലോ, അതൊരു അബദ്ധം പറ്റിയതല്ലേ. പിന്നെ ഈ പിള്ളേര് ഇവരെയൊക്കെ ആരും മൈൻഡ് ചെയ്യാനാ സാറേ? തെരുവില് ആർക്കും വേണ്ടാത്തതുങ്ങള്. ഇവരൊക്കെ ജീവിച്ചാലെന്താ മരിച്ചാലെന്താ ആരും അന്വേഷിക്കാൻ പോലും പോകുന്നില്ല. പക്ഷേ ഇവരൊക്കെ മരിക്കുന്നതിന് മുമ്പ് പണക്കാരായ നിങ്ങളെപ്പോലുള്ളവർക്ക് ഉപകാരപ്പെടുന്നുണ്ടല്ലോ. അവര് കാരണം എത്ര പണക്കാരുടെ വീട്ടുകാരാ ജീവിക്കുന്നേ. അവരുടെ കുടുംബങ്ങൾ സന്തോഷിക്കുവല്ലേ. ഇതുപോലെ ഒരുപാട് പേരില്ലേ സാറേ? അതിന്ന് 10-25 പേര് കാണാതെ പോയാ ഇപ്പൊ എന്ത് സംഭവിക്കാനാ? പൂർണ്ണമായും മാനസിക നില തെറ്റിയ ഒരാളെ പാണ്ഡെ മുമ്പിൽ കാണുകയായിരുന്നു. ഒരാളെ കൊല്ലുന്നതും അയാളുടെ മാംസം കഴിക്കുന്നതും അവയവങ്ങൾ വിൽക്കുന്നത് പോലും വലിയൊരു തെറ്റായി തോന്നാത്ത സൈക്കോവായ ഒരുത്തനെ. ഒക്കെ കേട്ട ഭൂപ്പൻ, നിന്റെ മുതലാളി ബൽബീർ സിംഗിന് ഇതിലൊക്കെ പങ്കുണ്ടോ എന്ന് ചോദിച്ചു. ആ ചോദ്യം വേണ്ട സാറേ, വേറെ ചോദ്യം ചോദിക്ക് എന്നായിരുന്നു പ്രേം മറുപടി പറഞ്ഞത്. ഇതേ സമയം മറുവശത്ത് പിടിച്ചുകൊണ്ടുപോയ ചോട്ടേലാലിനെ കൊട്ടേഷൻ സംഘം കൊന്നുകളഞ്ഞിരുന്നു. പ്രേം ജയിലിൽ അടയ്ക്കപ്പെട്ടു. അന്നത്തെ എപ്പിസോഡ് കാണാൻ പറ്റാത്തതുകൊണ്ട് ജയിലിൽ നിന്ന് അവൻ ബഹളമുണ്ടാക്കാൻ തുടങ്ങി. അവനൊരു മാനസിക രോഗി കൂടിയാണ് എന്ന് മനസ്സിലാക്കിയ പാണ്ഡെ സ്റ്റേഷനിലെ ടിവിയുടെ വോളിയം കൂട്ടിവെച്ചു കൊടുത്തു. അതിലൊന്ന് 1 കോടി രൂപ. ആ സ്ത്രീ വിജയിക്കുന്ന ശബ്ദം കേട്ടതും സെല്ലിനകത്തു നിന്ന് തന്നെ പ്രേം സന്തോഷിക്കുന്നുണ്ടായിരുന്നു. അടുത്ത ദിവസം തന്നെ തെളിവെടുപ്പുകൾ നടന്നു. ബാസിയുടെ വീടിനു മുമ്പിൽ പ്രേം കുടിച്ചുമൂടിയ ചുംകി അടക്കമുള്ള കുട്ടികളുടെ തലയോട്ടികൾ കണ്ടെടുക്കപ്പെട്ടു. അടുത്തുള്ള അഴുക്കുചാലിൽ നിന്നും പ്രേം പറഞ്ഞ പോലെ കൊല്ലപ്പെട്ടവരുടെ അസ്ഥികൾ കണ്ടെടുക്കപ്പെട്ടു. അപ്പോഴൊന്നും തന്നെ പ്രേമിന് ഒരു കൂസലുമുണ്ടായിരുന്നില്ല. കാര്യം രാജ്യമുട്ടുക്കും വലിയ വിവാദം തന്നെയായി മാറി. പ്രശ്നം മാളിക്കത്തി. ബൽബീർ സിംഗിനെതിരെയും പ്രേമിനെതിരെയും കുറ്റങ്ങൾ തിരിഞ്ഞു.
ബൽബീറിന്റെ വീടുവരെ ജനങ്ങൾ തല്ലിത്തകർത്തു. ബൽബീർ സ്റ്റേഷനിൽ കീഴടങ്ങി. മറുവശത്ത് ബൽബീറിനെ രക്ഷപ്പെടുത്താൻ അപ്പോഴേക്കും ശ്രമങ്ങൾ ആരംഭിച്ചിരുന്നു. കമ്മീഷണർ ജവഹറും ബൽബീറും ഹോം മിനിസ്റ്ററുടെ മകനും സുഹൃത്തുക്കളാണല്ലോ. ഹോം മിനിസ്റ്ററുടെ മകനും ജവഹറും ചേർന്ന് പദ്ധതികളിട്ടു. കേസ് പെട്ടെന്ന് തന്നെ ഒതുക്കി തീർക്കാൻ പ്രഷർ വന്നിരുന്നു. ഹോം മിനിസ്റ്ററുടെ മകൻ പാണ്ഡെ അടക്കമുള്ള അതുവരെയുള്ള എല്ലാ ഇൻസ്പെക്ടർമാരെയും സർവീസിൽ നിന്ന് ഡിസ്മിസ് ചെയ്യാൻ തന്നെ ഉത്തരവിട്ടു. കാര്യങ്ങൾ ജവഹർ കൈകാര്യം ചെയ്തോളും എന്നും മുതിർന്ന ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം കൊടുത്തു. ആദ്യമൊക്കെ കേസിന്റെ കാര്യത്തിൽ വീഴ്ച വരുത്തിയ പാണ്ഡെയടക്കം ജവഹറിന്റെയും മറ്റും തന്ത്രപരമായ നീക്കത്തിൽ ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് തന്നെ ഡിസ്മിസ് ചെയ്യപ്പെടുകയാണ്. കേസ് പൂർണ്ണമായും IBIക്ക് കൈമാറാൻ തീരുമാനിച്ചിരുന്നു. ഇതിനൊക്കെ കൂടെ നിന്നതുകൊണ്ടാകണം SSP ആയിരുന്ന ഭൂപ്പന് DSP ആയി അവിടെ സ്ഥിര നിയമനം ലഭിച്ചു. IBI ചീഫായി കേസ് അന്വേഷിക്കാൻ എത്തിയതുപോലും ബൽബീറിന്റെ സുഹൃത്ത് ജവഹർ ആയിരുന്നു. പ്രേമാണ് കുറ്റവാളി എന്ന തരത്തിലേക്കും ബൽബീറിന് അതിലൊരു പങ്കുമില്ലെന്ന അവസ്ഥയിലേക്കുമായിരുന്നു ജവഹർ കേസ് കൊണ്ടെത്തിച്ചത്. ഇതൊക്കെ നോക്കിക്കണ്ട പാണ്ഡെ തനിക്ക് പ്രേമിനെ ഒന്ന് കാണാൻ സാധിക്കുമോ എന്ന് ചോദിച്ച് ഭൂപ്പന് കോൾ ചെയ്തു. ഭൂപ്പനും ഒരു മൗനസമ്മതം കൊടുത്തു. അങ്ങനെ പ്രേമിനെ കാണുവാൻ പാണ്ഡെ ജയിലിലെത്തി. അപ്പോഴും തനിക്കൊരു കുഴപ്പവുമില്ലെന്നും ബീർബൽ തന്നെ രക്ഷിക്കും എന്ന് വിശ്വസിച്ച് കഴിയുകയായിരുന്നു പ്രേം. പുറത്തു നടക്കുന്ന കാര്യങ്ങളും ചോട്ടേലാൽ കൊല്ലപ്പെട്ട വിവരവും ചോട്ടേലാലിന്റെ അടുത്താണ് പ്രേം തന്റെ വീട്ടിലേക്ക് പണം കൊടുത്തത് അയച്ചതെങ്കിൽ ആ പണമൊന്നും അവർക്ക് കിട്ടിയിട്ടില്ലെന്നും പാണ്ഡെ പ്രേമിനെ അറിയിച്ചു. താൻ ഒറ്റപ്പെടുകയാണെന്നും ചതിക്കപ്പെടുകയാണെന്നും പ്രേം തിരിച്ചറിഞ്ഞത് അപ്പോൾ മാത്രമായിരുന്നു. പ്രേമിനെ രക്ഷപ്പെടണമെങ്കിൽ ബൽബീറിന് കൊടുക്കണം. ബൽബീറിനെതിരെ എന്തെങ്കിലും തെളിവുണ്ടോ എന്ന തന്ത്രത്തിൽ പാണ്ഡെ അവനോട് തിരക്കി. എവർഗ്രീൻ ഫിലിം സോങ്സ് എന്ന് മാത്രമായിരുന്നു അന്ന് വല്ലാത്തൊരു ഭാവത്തിൽ പ്രേം പാണ്ഡെയോട് പറഞ്ഞത്. അന്ന് രാത്രിയിൽ പ്രേമിന്റെ വീട്ടിലേക്ക് പാണ്ഡെ പുറപ്പെടാൻ തയ്യാറായി. പതക്കിന്റെ അടുത്തു നിന്നും ലാപ്ടോപ്പും വാങ്ങിയായിരുന്നു പാണ്ഡെ പുറപ്പെട്ടത്. പ്രേമിന്റെ വീട്ടിലെത്തിയ പാണ്ഡെ താൻ വരുന്നത് പ്രേമിനടുത്തു നിന്നാണെന്നും പ്രേം അയച്ചതെന്ന് എവർഗ്രീൻ സോങ്സ് എന്ന കാസറ്റ് തരുവാനും ആവശ്യപ്പെട്ടു. കാസറ്റ് കയ്യിൽ കിട്ടിയതും ലാപ്ടോപ്പിൽ പാണ്ഡെ അത് പ്ലേ ചെയ്യിപ്പിച്ചു. ബൽബീർ എത്തരത്തിൽ കുറ്റകൃത്യവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്നതിന്റെ വീഡിയോ തെളിവുകളായിരുന്നു ആ ഡിസ്കിൽ ഉണ്ടായിരുന്നത്. അത് കണ്ട ഞെട്ടൽ പാണ്ഡെയുടെ മുഖത്ത് പ്രകടമായിരുന്നു. പാണ്ഡെ പിന്നാലെ അവിടെ നിന്നിറങ്ങി ബസ് വരുവാൻ കുറെ നേരം കാത്തുനിന്നു. ബസ് വരുന്നുണ്ടായിരുന്നില്ല. അപ്പോഴാണ് അതുവഴി ഒരു വാഹനം വന്നത്. പാണ്ഡെയ്ക്ക് ആ വണ്ടിയിൽ ലിഫ്റ്റ് കിട്ടി. പിന്നെയാണ് കാര്യങ്ങൾ കൂടുതൽ വ്യക്തമാകുന്നത്. ആ വന്ന വാഹനം ബൽബീറിന്റെ കൊട്ടേഷൻ സംഘത്തിന്റേതായിരുന്നു. യാത്രാ മധ്യേ തന്നെ വാഹനത്തിൽ വെച്ച് തന്നെ അവർ പാണ്ഡെയെ കൊലപ്പെടുത്തി. പാണ്ഡെയുടെ കയ്യിലുള്ള ഡിസ്ക് എടുത്ത് ആ ഡിസ്ക് അവർ നശിപ്പിച്ചു കളഞ്ഞു. കുറച്ച് നാളുകൾക്ക് ശേഷം ടിവിയിൽ വാർത്ത വരുന്നുണ്ടായിരുന്നു. കേസിൽ ബൽബീറിനെ IBI കുറ്റവിമുക്തനാക്കി. പ്രേമിന് വധശിക്ഷ വിധിക്കപ്പെട്ടു. സ്റ്റേഷനിൽ പുതിയ ഇൻസ്പെക്ടർ എത്തിയിരുന്നു. മറ്റാരുമായിരുന്നില്ല അത് പാണ്ഡെയുടെ കൂട്ടുകാരനായി കൂടെ നിന്ന് പാണ്ഡെയെ ചതിച്ച പതക്കായിരുന്നു. ചോട്ടലാലിന്റെ വിവരം കൈമാറിയതിനും പാണ്ഡെ ഒടുവിൽ പ്രേമിന്റെ വീട്ടിൽ പോകുന്ന കാര്യം വേണ്ടപ്പെട്ടവരെ അറിയിച്ചതിനും പതക്കിന് കിട്ടിയ പ്രതിഫലമായിരുന്നു ആ ഇൻസ്പെക്ടർ പോസ്റ്റിംഗ് കിട്ടിയതും പതക്കിന്റെ സ്വഭാവം തന്നെ മാറി. ക്രൂരമായ പതക്കിന്റെ നടപടികളും പെരുമാറ്റവും പണ്ട് കൂടെ നിന്നിരുന്ന പഴയ കോൺസ്റ്റബിളിന് പോലും ഏറ്റുവാങ്ങേണ്ടി വന്നു. ദേഷ്യത്തിലും വേദനയിലും ഫ്രസ്ട്രേഷനിലും അയാളെന്ന് പതക്കിന്റെ മുറിയിൽ നിന്ന് പുറത്തേക്ക് നടക്കുമ്പോൾ അവിടുത്തെ നോട്ടീസ് ബോർഡിൽ മിസ്സിംഗ് എന്നുള്ളവരുടെ ലിസ്റ്റിൽ പുതിയൊരു ഫോട്ടോയും ഉണ്ടായിരുന്നു. അത് ഇൻസ്പെക്ടർ പാണ്ഡെയുടേതായിരുന്നു. എന്തെങ്കിലും പ്രവർത്തിക്കുവാൻ അവസരം കിട്ടുവാൻ നോക്കി നിന്ന ആ കോൺസ്റ്റബിളിനെ തേടി പിന്നീട് ഒരു പാക്കേജ് വന്നു. അതിലുണ്ടായിരുന്നത് ഒരു ഡിസ്ക് ആയിരുന്നു. മോർ എവർഗ്രീൻ സോങ്സ് എന്നതിൽ എഴുതിയിട്ടുമുണ്ടായിരുന്നു. ആ ദൃശ്യത്തോടെ ചലച്ചിത്രം അവസാനിക്കുകയാണ്. ഇന്ത്യയിൽ നടന്ന യഥാർത്ഥ സംഭവകഥയെ അടിസ്ഥാനമാക്കിയാണ് ഈ ചലച്ചിത്രം പിടിക്കപ്പെട്ടിരിക്കുന്നത് എന്നത് ഏറെ ഞെട്ടിപ്പിക്കുന്നതാണ്. യഥാർത്ഥ സംഭവത്തിലെ കുറ്റമാരോപിക്കപ്പെട്ട പ്രതികളെ രണ്ടുപേരെയും 2023 കോടതി മോചിപ്പിച്ചിരുന്നു. ഈ സിനിമയുടെ കഥ നിങ്ങൾക്കിഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക. അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റുകളിൽ രേഖപ്പെടുത്തുക. കഴിയുമെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും കൂട്ടുകാർക്ക് ഷെയർ ചെയ്തു കൊടുത്തും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. അടുത്ത എപ്പിസോഡിൽ മറ്റൊരു മികച്ച ചലച്ചിത്രവുമായി നമുക്ക് കണ്ടുമുട്ടാം. അതുവരെ ബൈ.